പരാജയം എന്ന് പറയുന്നത് അതിൽ നമ്മൾ സങ്കടപ്പെടുക വീഴുന്നല്ല. പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ്. ലൈഫിൽ പല സിറ്റുവേഷനിലും പരാജയപ്പെട്ടു ഇനി ഇല്ല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വീണ്ടും ദൈവം നമ്മളെ എടുത്തുയർത്തുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതിലൊരാളാണെന്ന് എനിക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. ഇല്ലേ? ഓരോ ആപഘട്ടത്തിലും ദൈവം വന്ന് കൈതരിക. ആ ദൈവം എന്ന് പറയുന്നത് ശരിക്കും കണക്ട് ചെയ്യുന്നത് എനിക്ക് പ്രേക്ഷകരാണ്. ആ രൂപത്തിലാണ് വരുന്നത്. ഇപ്പം എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇനി ഇയാളില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ദൈവമായിട്ട് ഒരു രാമലീലേനെ ഓപ്പൺ ചെയ്യണം. ആ സിനിമയ്ക്ക് ഒരാളും അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ ആക്ടർ അവിടെ ക്ലോസ്ഡ് ആണ്. പിന്നീട് അതിന് ശേഷവും ഞാൻ സിനിമകൾ ചെയ്തു. മനസ്സിലായില്ലേ? ഇപ്പോൾ 150ാമത്തെ സിനിമ വരെ എത്തി നിൽക്കുന്നു. ഈ റിലീസായിരിക്കണം. ഇപ്പം അടുത്ത് ഇറങ്ങാൻ പോകുന്ന ബബ്ബ എന്ന് പറഞ്ഞ സിനിമ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതൊരു അങ്ങനത്തെ ഒരു സിനിമയായതുകൊണ്ട് അപ്പം ആ ഓരോ സമയത്തും പുള്ളിക്കറിയാം നമുക്ക് എവിടെയാണ് ഒരു കൈ വേണ്ട സ്ഥലമുണ്ടല്ലോ. അത് കൈയായിട്ട് വരുന്നത് ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലാണ് ആടി തിമിർക്കുന്നത്. ഞങ്ങളെ ഈ കലാകാരന്മാരെ ഞങ്ങളെ നിലനിർത്തുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ്. ഞങ്ങളുടെ ഫൈനൽ ജഡ്ജസ് അവരാണ്. ആരെന്ത് പറഞ്ഞാലും അവരുടെ ഒരു ശരിയുണ്ട്. അവർ കണ്ട ഇപ്പോൾ ഇത്രയും ഈ റിവ്യൂ 2-3 ആൾക്കാർ മോശം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടിച്ചിട്ട് അടിച്ചത് പ്രേക്ഷകരാണ്. അത് മാത്രമല്ല ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കുന്ന യൂട്യൂബേഴ്സാണ്. വേണമെങ്കിൽ ഈ സിനിമയ്ക്കെതിരായിട്ട് മൊത്തം ആൾക്കാർ ഇതാക്കാം. പക്ഷെ അങ്ങനെയല്ല. അവർക്ക് ഫീൽ ശരിയല്ലേ എന്ന് തോന്നുന്ന ഒരു ഫീലില്ലേ, ഈ സിനിമ എല്ലാവരും കാണണം എന്ന് തീരുമാനിച്ചത് ഇവിടുത്തെ പ്രേക്ഷകരും ഇവിടുത്തെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും അവർ അങ്ങനെ ഉള്ള എല്ലാവരും കൂടിയാണ് ഇതിനെ വലിയ വിജയാക്കിയത്. തീർച്ചയായിട്ടും അത് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഒരുപാട് പേര് പഴയത് പേര് പറഞ്ഞിട്ടേ പുതിയ ആളുകൾ നമ്മൾ മറന്നു പോകുന്നു. ഈ കഥകളൊക്കെ കേട്ട് ജോസൂട്ടി ഇരിക്കുകയായിരുന്നു. ശരിക്കും ഈ സിനിമയും ഇപ്പൊ സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ പഴയ കഥകൾ കേൾക്കാനൊരു ഇഷ്ടമുണ്ടല്ലോ. ശരിക്കും ഇത് ഈ ഷൂട്ടിംഗ് സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നോ? ഒന്നും പറയണ്ട. എനിക്ക് കൂടുതൽ സീൻസും സിദ്ദീഖയുടെയും ദിലീപേട്ടൻ്റെ ഒക്കെ കൂടെ ആയിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാരവാനിൽ നിന്ന് ഇറങ്ങി തുടങ്ങുവാണ്. പിന്നെ ഓരോ പേരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പോകും. നമ്മൾക്ക് ഇവരുമായിട്ട് അങ്ങനെ വലിയൊരു കണക്ഷൻ ഇല്ലല്ലോ. ഞാനിതിന്റെ ഇടയ്ക്ക് പോയി പതുക്കെ പോയി സൈഡിലേക്ക് പോയി നിൽക്കും. അപ്പം പിന്നെ സിദ്ദീഖായിട്ട് എനിക്ക് നേരത്തെ 1-2 പടം ചെയ്ത് ചെറിയൊരു പരിചയമുള്ള ഇങ്ങോട്ട് കയറി ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് നടുക്ക് ഇവരോട് ഇരുത്തി ഇവരുടെ കൂട്ടത്തിൽ ഒരാളാക്കി നിർത്തി. അപ്പം നമ്മൾ ആസ്വദിക്കുമല്ലോ ഇവരുടെ പഴയ കഥകൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പിന്നെ ഈ പോലെ ജോണി ചേട്ടന് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇപ്പോഴും അതെ അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ടി വിയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ റീൽസിലായിക്കോട്ടെ എല്ലാം നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലൊരു വളരെ പുതിയൊരാൾക്ക് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ.